ാണ് വിഴിഞ്ഞം പദ്ധതിയെ നോക്കിക്കാണുന്നത്. കാരണം അത് UDFിൻ്റെ കുഞ്ഞാണ്. അന്ന് ഞങ്ങൾ ഈ പദ്ധതി കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം തടസ്സവാദങ്ങളാണ് ഇവരെല്ലാം ഉന്നയിച്ചത്. അഴിമതി ആരോപണം ഉന്നയിക്കുകയായിരുന്നു. മാത്രമല്ല അതിൻ്റെ കരാറുകളെക്കുറിച്ച്, കരാറിൽ അഴിമതി ഉണ്ടോ എന്ന് അതിനെ തടസ്സപ്പെടുത്തുക അഴിമതിയാണെന്ന് പറഞ്ഞ ആ പദ്ധതിയെ ഇല്ലാതാക്കാൻ. വിഴിഞ്ഞം പദ്ധതി കരാർ നടപ്പാക്കിയതിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതര ആരോപണവുമായി VM സുധീരൻ. എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് മാത്രം കരാറെന്ന AICC നിർദ്ദേശം ഉമ്മൻചാണ്ടി അവഗണിച്ചു. വികസനത്തിന്റെ പേരിൽ സംസ്ഥാന താൽപര്യങ്ങൾ ബലികഴിച്ച് അദാനിയുടെ താൽപര്യമാണ് സംരക്ഷിക്കപ്പെട്ടതെന്നും സുധീരൻ ആരോപിച്ചു. അന്ന് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം. ജനങ്ങളുടെ താൽപര്യം, പബ്ലിക് ഇൻട്രസ്റ്റ്, സ്റ്റേറ്റ് താൽപര്യം പൂർണ്ണമായി പരീക്ഷിക്കപ്പെടണം. അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തിയിട്ടേ തീരുമാനമെടുക്കാവൂ. ഹൈക്കമാൻഡിന്റെ ആ നിർദ്ദേശത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ കാണുന്നത്, ഞങ്ങളൊക്കെ അരുവിക്കരയിൽ ശ്രീ ശബരിനാഥന്റെ നോമിനേഷൻ കൊടുക്കാൻ കളക്ടറേറ്റിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തു വരുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ്, വിഴിഞ്ഞം തീരുമാനമെടുത്തല്ലോ, എന്താണ് പ്രതികരണം? AICC നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് നീങ്ങുന്നത് എന്നെപ്പോലുള്ള ആളുകൾക്ക് അവിശ്വസനീയമായിരുന്നു. എങ്ങനെ സാധിക്കും? അപ്പൊ അവരെ പോലും മാനിക്കാത്ത ആള് പിന്നെ എന്നെ പോലൊരാളെ KPCC പ്രസിഡന്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയാം. പറഞ്ഞത് ഞാൻ എത്ര ലളിതമായ വാക്കുകളോടാണ് പറഞ്ഞത്. അഴിമതിയുടെ നിഴലിലാണ് ഈ സർക്കാർ എന്നാണ് ഞാൻ ആശ്രയിച്ചത്. പക്ഷേ AK ആന്റണി എന്താ പറഞ്ഞത്? കേരളം മുഴുവൻ അഴിമതിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞതിനേക്കാൾ വിശാലമായ മാനത്തോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. SC ജോസഫ് പറഞ്ഞു UDFിന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ്, ഇതുപോലെ അനുകൂലമായിട്ട് അന്തരീക്ഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിലയിരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. മെഗാ പ്രോജക്റ്റുകളിൽ നിന്ന് പുറകെ പോകാതെ AK ആന്റണിയുടെ പ്രായമായാൽ മാത്രമേ ഒരു വിമർശനപൂർവ്വം സംസാരിക്കാൻ, ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പാടുള്ളൂ. ശ്രീ കരുണാകരനെയും ശ്രീ AK ആന്റണിയുടെയും സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ ആളുകളല്ലേ? അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച ആളുകളല്ലേ? കരുണാകരനെ താഴെ ഇറക്കണം, അത് പരസ്യമായി. AK ആന്റണിയെ താഴെ ഇറക്കാൻ രഹസ്യമായി. എന്തുകൊണ്ടാണ് ശ്രീ AK ആന്റണിയെ പോലുള്ള മുതിർന്ന ഒരു നേതാവ് കേരളത്തിൽ വന്ന് കേരളം മുഴുവൻ അഴിമതി നിറഞ്ഞിരിക്കുകയാണെന്ന് പറയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ആദ്യം വിലയിരുത്തണം. വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഇവർക്ക് അഭിമാനിക്കാനുള്ളത്? ഇതിൻ്റെ അകത്ത് എന്ത് അഭിമാനിക്കാനാണ് അവർക്കുള്ളത്? ഒന്നുമില്ല.